വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഏപ്രിൽ 3-ാം തീയതി ഒരു 3 ഫംഗ്ഷൻ ഉണ്ട്. 2 ആദ്യ കുർബാനയും ഒരു കല്യാണം ഫ്രണ്ടിൻ്റെയാണ്. അപ്പം അതേ രാത്രിയിൽ ഞങ്ങൾ മൈലാഞ്ചി ഇടുകയാണ്. മാളുക്കുട്ടിയുടെ കയ്യെ മൈലാഞ്ചി ഇട്ട് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാൻ പോവുകയാണേ. അതുകൊണ്ട് ഒരുത്തം ഭയങ്കര ഫോണിക്കാണലാണ്. അപ്പം ഞാനും മൈലാഞ്ചിയൊക്കെ ഇടാൻ പോവുകയാണ്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കടന്നു കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് ഞാൻ ചെറിയ ഡിസൈൻ ഇട്ട ഒത്തൊന്നുമില്ല, കുറേ നാളായി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട്. പിന്നെ വേണ്ട 3 പേരും നല്ല ഉറക്കമാണ്. അവരറിയാതെ ഞാൻ എടുത്ത ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞായിരിക്കും ഇങ്ങനെയൊരു ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ അറിയുന്നത്. പിന്നെ രാത്രിയിൽ ഞാൻ മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ചാണ് അനിയനെ തലേ ദിവസം കണ്ടെടുത്തൂടെ എല്ലാം പറഞ്ഞു വിട്ട് മുട്ടുകൾ ഒപ്പിച്ച് കെട്ടിയതാണ്. എനിക്കും മാളുക്കുട്ടിക്കും വേണ്ടിയേ, അനിയത്തിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. മാളുക്കുട്ടി ഞങ്ങളുടെ കൂടെ വരുന്നില്ല കേട്ടോ. മാളുക്കുട്ടി അമ്മയുടെ അനിയൻ്റെയും കൂടെ ആദ്യ കുർബാനയ്ക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഈ കല്യാണം കൂടിയിട്ട് വേണം ആദ്യ കുർബാന നടക്കുന്നിടത്തേക്ക് പോകാൻ. അപ്പം ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് ഫ്രണ്ടിനെയും കൂട്ടിപ്പോയി. അവൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലൊക്കെ കേട്ടോ. മുഖം മറയ്ക്കുന്ന എന്തൊക്കെയായിരുന്നു. പിന്നെ വീഡിയോയിലൊക്കെ തന്നെ വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറി. ബസ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ 2-3 പേരേ ഉള്ളായിരുന്നു. ആളില്ലായിരുന്നു. എന്തുവാണെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് എല്ലാവരും സ്വന്തം വണ്ടിക്ക് വരുമായിരുന്നെന്ന് തോന്നുന്നു. കല്യാണത്തിന് ചെന്നപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. വണ്ടിയിൽ ആൾ കുറവായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ പരിപ്പെന്ന് പറയുന്ന സ്ഥലമായിരുന്നേ, കോട്ടയത്തിനപ്പുറം. അങ്ങനെ ഇത് അപ്പുക്കുട്ടൻ പാട്ട് പാടുന്നതാണ്. മറ്റേ മിന്നൽ വേള ആ പാട്ട് പാടുന്നതാണ്. എനിക്കാണെങ്കിൽ ചിരി വരുമായിരുന്നു. കാരണം അങ്ങനെയല്ല, ഇവൻ ഈ കരയുന്ന പോലെയാണ് ഈ പാടുന്നത്. കണ്ടോ, മുഖമൊക്കെ പോകുന്നത് കണ്ട. ആ മുയലും പല്ല് കാണിച്ചുകൊണ്ടുള്ള പാട്ടൊക്കെ കണ്ടപ്പോഴത്തേന് അയ്യോ. അങ്ങനെ ഇവനൊരു കുറച്ച് നേരം പാടി അവൻ പിന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. കൂട്ടുകാരിയുടെ അടുത്ത് പോയി, അവളുടെ അടുത്ത് പോയി കിടന്ന് അവൻ നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അനിയത്തിയുടെയും ഫ്രണ്ടാണ്. അപ്പോഴത്തേന് അവളെയും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളും ഈ കല്യാണത്തിനുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്കിതെല്ലാം കഴിഞ്ഞ് വേണം ആദ്യ കുർബാനയ്ക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തി. ചെക്കനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കുടിച്ചു കേട്ടോ. ഗ്രേപ്സിൻ്റെയും ലെമണും ആയിരുന്നെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ പെണ്ണിനെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുവരുന്നു. ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ പുറകിലായിരുന്നത്. ഏറ്റവും ഫ്രണ്ടിലോട്ട് പോയില്ല കേട്ടോ. ഇവരുടെ ലവ് വിത്ത് അറേഞ്ച്ഡ് മാരേജ് ആണേ. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണത്തിന്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാനടുത്ത ബസ്സിൽ 2 ബസ് വിളിച്ചിട്ട് 2 ബസ്സിലും ആളില്ലാഞ്ഞപ്പോൾ ആൾക്കാരൊന്നും വരില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവൻ്റെ വണ്ടിക്ക് വന്നതുകൊണ്ട് ഓഡിറ്റോറിയം ഫുള്ള് നല്ല ആളായിരുന്നു. മുഹൂർത്തത്തിൻ്റെ ടൈം 10:50-നും 11-നും ഇടയ്ക്കായിരുന്നു. അപ്പോഴത്തേന് താലി കെട്ടുന്ന സമയമൊക്കെ ആയായിരുന്നു. അപ്പോൾ ഇവിടെ ഫുഡും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ താലി കെട്ടും നടക്കുകയാണ്. രണ്ടും ഒരുമിച്ചാണ് നടന്നത്. കാരണം അത്രയും സമയമായില്ലേ. അപ്പോഴത്തേന് അപ്പുക്കുട്ടനാണ് ഭയങ്കര ഇതായിരുന്നു, തന്നെ ഇരിക്കണം എന്നും പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് ഇരുത്തി. പിന്നെ അവൻ്റെ എൻ്റെ ഇലയിലൊന്നും വേണ്ട കേട്ടോ. അവന് കൂട്ടുകാരിയുടെ ഇലയെടുത്താൽ മതി. അവളുടെ ഇതെല്ലാം അവൻ എടുക്കുമായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണും സ്റ്റേജിൽ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറി നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ കൂടെ പഠിച്ചവരെ എല്ലാം ഒന്നുകൂടി കാണാൻ പറ്റി. പെൺപിള്ളേർ അധികമൊന്നും വന്നില്ല, പക്ഷെ ചെറുക്കന്മാരെ ഒത്തിരി കാണാൻ പറ്റി. കൂടെ പഠിച്ച അവന്മാരെ എല്ലാം കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് പേരുടെ കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ 2 അവന്മാർ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ ഒരു ആദ്യ കുർബാനയ്ക്ക് പോകണമെന്ന്. അത് കഴിഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത 2 കൂട്ടുകാരന്മാരെ കിട്ടി. അവന്മാർ ഞങ്ങളെ ബേക്കർ ജംഗ്ഷനിൽ കൊണ്ടുവിട്ട്
കുമരകത്തോട്ട് പോകാൻ ബസ് കയറണം. അങ്ങനെ ഞങ്ങൾ വേണ്ട അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വേണ്ട ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുമരകത്തോട്ടുള്ള ബസ് കിട്ടി. അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമാണ്. രണ്ട് സൈഡും കായൽ, അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ മാളുക്കുട്ടിയുടെ അടുത്തെത്തും. അങ്ങനെ മാളുക്കുട്ടിയുടെ അടുത്ത് ഞങ്ങളെത്തി. മാളുക്കുട്ടി ഇല്ലാതെ ഞാൻ ആദ്യമായിട്ട് പോയതാണ് ഇങ്ങനൊരു പരിപാടിക്ക്. പിന്നെ വേണ്ട ഇവരുടെയാണ് ആദ്യ കുർബാന. ഞാൻ ചെറുപ്പം തൊട്ട് ഈ പിള്ളേരെ എടുത്തുകൊണ്ട് നടന്നാണ് കേട്ടോ. എന്താ പറയണ്ടത്, ഇവരെൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ അവരുടെ ആദ്യ കുർബാനയായിരുന്നു. ഇവർക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ മാളുവിൻ്റെ നേരത്തെ കൊടുത്തു വിട്ടു. ഞങ്ങൾ വന്ന പാടെ അവരോട് മിണ്ടിയിട്ടൊക്കെ കഴിക്കാനൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് അവർ കഴിക്കാനിരുന്നു. പിന്നെ അധികം നേരം നിന്നില്ല, കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, കല്യാണത്തിന് പോയത് മടുത്തായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് അവരുടെ അവിടെ ഒരു കായൽ സൈഡുണ്ട്, അവിടോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലായിരുന്നു. എന്നാലും ഇവിടം വരെ വന്നിട്ട് അതൊന്ന് കാണാതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് അവിടം വരെ പോയി. ചെറിയൊരു പുഴ പോലെ ചെന്ന് കായലിലോട്ട് ചെല്ലുന്നു. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബീച്ച് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഇത് തന്നെ അടിപൊളിയായിരുന്നു. കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല ആകാശവും വെള്ളവും ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരിത്, നല്ല രസം കാണാനായിട്ട്. നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബോട്ടൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. ആദ്യം ക്യാമറ ഓൺ ആകുന്നില്ല, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ബോട്ട് പോയി കഴിഞ്ഞ് ക്യാമറ ഓണായി വരത്തുള്ളൂ. പക്ഷെ വീഡിയോയിൽ കിട്ടി കേട്ടോ, അത് സൂപ്പറായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.